ഈ മുൻ MLA ആയ PV അൻവറിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ്. ഉടൻ തന്നെ നോട്ടീസ് അയക്കുമെന്നാണ് വിവരം. അൻവറിന്റെ ബനാമി ഇടപാടുകളെ കുറിച്ച് അടക്കം അന്വേഷിക്കും. ജോയ്മോൻ വിവരങ്ങളുമായിട്ട് ചേരുന്നുണ്ട്. ജോയ്മോനെ, ഇപ്പൊ ഇന്നലത്തെ ഈ റെയ്ഡിന്റെ തുടർച്ചയായിട്ടാണോ ഈ വിളിച്ചു വരുത്തലും ചോദ്യം ചെയ്യലും? ഗുഡ് മോർണിംഗ് സിധു. തീർച്ചയായും, അതായത് ഇന്നലെ അൻവറിന്റെ വീട്ടിലും അതുപോലെ തന്നെ അൻവറിന്റെ സഹായിയായ സവാദിന്റെ വീട്ടിൽ ഉൾപ്പെടെ ED സംഘം പരിശോധന നടത്തിയിരുന്നു. അതിൽ തന്നെയായാലും ആ പരിശോധനയിൽ അൻവർ നടത്തിയ സാമ്പത്തിക ക്രമക്കേടുകൾ സംബന്ധിച്ച് നിർണായക വിവരങ്ങൾ ലഭിച്ചു എന്നാണ് ED ഒരു പ്രസ്താവനയും ഇറക്കിയിരിക്കുന്നു. അതിനു പിന്നാലെയാണ് ഇപ്പോൾ ED ഓഫീസ്, അത് കൊച്ചി ആസ്ഥാനത്തുള്ള ED ഓഫീസിൽ എത്തിച്ച് അൻവറോട് ഹാജരാകാൻ ഉൾപ്പെടെ ആവശ്യപ്പെട്ട് ED നോട്ടീസ് നൽകാനാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. ഉടൻ തന്നെ നോട്ടീസ് നൽകും. അതിനുശേഷം വിശദമായ ചോദ്യം ചെയ്യൽ നടത്തും. അതായത് അൻവറിന്റെ വ്യക്തിഗത സ്വത്ത് സമ്പാദത്തിൽ ഉൾപ്പെടെ വൻ തിരിമറി നടന്നിട്ടുണ്ട് എന്നാണ് ED പറയുന്നത്. അതായത് 5 വർഷം കൊണ്ട് ഏകദേശം 16 കോടി ഉണ്ടായിരുന്ന സ്വത്തുവക 5 വർഷം കൊണ്ട് ഒരു 60 കോടിക്കടുത്ത് എത്തിയിരുന്നു. ഇത് അനധികൃതമായി സമ്പാദിച്ചതാണ് എന്നാണ് ED പറയുന്നത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം അൻവറിന്റെ ബിനാമി ഇടപാടുകളാണ്. ഇതിലും ഒരു നിർണായക വിശദമായ ഒരു പരിശോധന ആവശ്യമുണ്ടെന്ന് ED പറഞ്ഞിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ ആയിരിക്കും പ്രധാനമായും ED അന്വേഷിക്കുക. അതുപോലെ തന്നെ ആയാലും ഈ KFC വായ്പാ തട്ടിപ്പാണ് പ്രധാനമായും ED നോക്കുന്നത്, അല്ലെങ്കിൽ പ്രധാനമായും ED അന്വേഷിക്കുന്നത്. അതായത് ഈ ഒരു വസ്തു ഈട് വെച്ച് പലപ്പോഴും 2 തവണയിലേറെ ഈ അൻവർ ലോൺ എടുത്തിരുന്നു, വായ്പ എടുത്തിരുന്നു. അത് തന്നെ ഒരു ഏകദേശം 22 കോടിക്കടുത്തൊരു കോടി രൂപയുടെ സാമ്പത്തിക ക്രമക്കേടാണ് PV അൻവർ നടത്തിയതെന്നാണ് ED പറയുന്നത്. അപ്പോൾ ഇതെല്ലാം വെച്ച് ഇതിലെല്ലാം വിശദമായ അന്വേഷണം നടത്താനായിരിക്കും ED അൻവറിനെ ചോദ്യം ചെയ്യുക. സേതു. ശരി, ജോയ്മോനാണ് വിവരങ്ങൾ നൽകിയത്.